അപ്പോൾ ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അന്ന് അതൊരു സർവൈവലിന് വേണ്ടി ഉപയോഗിച്ച സാധനമാണെങ്കിൽ ഇന്ന് കറൻറ്റ് സിറ്റുവേഷനിൽ അത് നമ്മുടെ സർവൈവൽ ആണോ അതോ നമ്മുടെ ലൈഫിൻ്റെ സമാധാനം കളയുന്ന സാധനമാണോ എന്നുള്ളത് അനലൈസ് ചെയ്യണം. ഉറപ്പായിട്ട് സമാധാനം കളയുന്ന സാധനമാണ്. അതിനുള്ളൊരു 3 പോയിന്റ്സ് എന്താണെന്നുണ്ടെങ്കിൽ അന്ന് അതൊരു സോഷ്യൽ ഗ്ലൂ ആയിരുന്നു. ഗോസിപ്പ് എന്ന് പറയുന്നത് ആളുകൾ തമ്മിൽ സംസാരിക്കാനും ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനും ഒരു സോഷ്യൽ ഗ്ലൂ ബോണ്ട് പോലെ ഗോസിപ്പ് ആൾക്കാരെ 150 പേരുള്ള ഗ്രൂപ്പിനെ നിലനിർത്തുമായിരുന്നു. രണ്ടാമത്തെ ഒരു ഫാക്ടർ, അന്ന് ഇൻഫർമേഷൻ വളരെ കുറവായിരുന്നു. അപ്പോൾ ഓരോ കിട്ടുന്ന പീസ് ഓഫ് ഇൻഫർമേഷനും നമ്മുടെ സർവൈവലിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ കേസ് അതല്ല, ഇത് ഇൻഫർമേഷൻ വളരെ കൂടുതലാണ്. എവിടെ നോക്കിയാലും നമ്മൾ എപ്പോഴും പറയുന്ന പോലെ വിരൽ തുമ്പിൽ ഫുൾ ഡാറ്റയാണ്, നമുക്ക് ഫുൾ ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ ഇന്ന് ഗോസിപ്പ് എന്ന് പറയുന്ന ഒരു നോയ്സ് ആണ്. തേർഡ് പോയിന്റ് എന്താണെന്നുണ്ടെങ്കിൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഈ ഗോസിപ്പ് എന്ന് പറയുന്നത് ഏറ്റവും വിശ്വാസമുള്ള ആൾക്കാരുടെ അടുത്താണ് പോയി പറയുക. ഒരു ട്രസ്റ്റിന്റെ പുറത്ത് അത് പറയാം, അവൻ ഭക്ഷണം മോഷ്ടിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഇന്ന് പക്ഷേ ഗോസിപ്പ് പറയുന്നത് ഒരാളെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ്. അവൻ എന്നെ ചതിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു കുഴപ്പമുണ്ട്.